ഇന്നലെ KSRTCയുടെ ഇലക്ട്രിക് ബസ് കണ്ടു. അതെനിക്കൊരു പുതിയ അനുഭവമായിരുന്നു. എന്തായാലും നല്ലൊരു കാര്യമാണ്. അതുപോലെ വ്യത്യസ്തമായ ഓരോ കാര്യങ്ങൾ കാണും. ഇറങ്ങാം, നമുക്ക് ഇറങ്ങാം. അപ്പൊ എല്ലാവരും യാത്ര. ഫോൺ എങ്ങനെ ഉപയോഗിക്കുന്നത്? ഇത് ശരിക്കും ഞാൻ ഫോൺ യൂസ് ചെയ്യുന്നത് സ്ക്രീൻ റീഡർ ടോക്ക് ബാക്ക് എന്നൊരു സോഫ്റ്റ്വെയറിന്റെ സപ്പോർട്ടിലാണ്. അത് എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും ഇൻബിൽറ്റ് ആയിരിക്കും. നമ്മുടെ സെറ്റിംഗ്സിൽ ആക്സസിബിലിറ്റിയിൽ ഇതുണ്ടാവും. ഞാനിപ്പോ ചേട്ടന് ഞാൻ ഒന്ന് റിങ്. ഹായ് ഫ്രണ്ട്സേ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ നിർത്തിയത് നമ്മുടെ ഒരു സുഹൃത്ത് നമ്മളെ കാണാൻ വന്നൊരു വിശേഷം പങ്കുവച്ചുകൊണ്ടാണ് നിർത്തിയത്. അത് മറ്റാരുമല്ല, നമ്മുടെ പാലക്കാട് നിന്നുള്ള ഒരു അശ്വിനാണ് കേട്ടോ. പാലക്കാട് കൊല്ലങ്കോട് നിന്നാണ് അശ്വിൻ വരുന്നത്. അപ്പോൾ അശ്വിൻ്റെ വിശേഷങ്ങൾ ഒരു പ്രത്യേക വീഡിയോ ആയിട്ട് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതിയാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ കാലത്ത് പരിമിതികളെ വളരെ കുറവായിട്ട് കാണുന്ന ഈ ലോകത്ത് അശ്വിനെ പോലുള്ള ഒരു പുതിയ വെളിച്ചം നമുക്ക് മുന്നിൽ തുറന്നു തരുന്നുണ്ട്. അപ്പം അശ്വിൻ്റെ കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയ ഈ വീഡിയോ ആയിരിക്കും ഇന്ന്. അപ്പം അശ്വിൻ ബാക്കി കാര്യങ്ങളൊക്കെ പറയട്ടെ. ഓക്കെ. കൊല്ലത്ത് എനിക്ക് 1-2 പേരെ കാണാനില്ലായി. അത് കഴിഞ്ഞ് എങ്ങനെ വന്നു. എന്തായാലും വെറുതെ റൂമിൽ പോയി കിടന്നുറങ്ങാനല്ലോ ഞാൻ വന്നത്. അശ്വിനെ പരിചയം ഉണ്ടല്ലോ എനിക്ക്? അറിയത്തില്ലേ? എന്താ അയച്ചു തന്നെ? പേന അയച്ചു തന്നെ. ഓക്കെ, കത്തെഴുതി അയച്ചിട്ട് ഹാപ്പിയോ? എല്ലാരും ഉണ്ട് കേട്ടോ ഇവിടെ. ഫോണാണോ? അത് ഞാൻ ചോദിക്കാം. തിരിച്ച് ബോട്ടിന് പോകാൻ, ബോട്ടിൽ പോകാൻ ആഗ്രഹം. 4:30. ബോട്ട് 4:30 അല്ലേ ചാ? ഞാൻ രഞ്ജിത്ത് തന്നെ വിളിച്ചു നോക്കാം. എടാ ദേവായി ഫോണൊന്ന് കുത്തിയിടാം. ദേവത ഇവിടെ ഉണ്ട്. പെങ്ങടവൻ അല്ല അല്ല അല്ല, അവനല്ല, അവൻ കൊച്ചു ചേർക്കല. അവനെ ശ്രീകുട്ടൻ. ശ്രീകുട്ടൻ ഇവിടെ ഇപ്പൊ ഉണ്ട്. അടുത്തല്ലേ ശ്രീകുട്ടൻ. അശ്വിനെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ ചാനലില്. ഓക്കെ. ഓക്കെ, ശരി ശരി. അശ്വിൻ 2-3 തവണയായിട്ട് പാലക്കാട് കൊല്ലം വന്നു കേട്ടോ നമ്മളെ കാണാൻ വേണ്ടി. പക്ഷെ അന്നൊക്കെ വരുമ്പോൾ അതെ വിളിച്ച് പലവട്ടം വിളിച്ചപ്പോഴും നമ്മൾ സ്ഥലത്തില്ലായിരുന്നു. ഇന്ന് പക്ഷേ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അശ്വിൻ കറക്റ്റായിട്ട് കൊല്ലത്ത് വന്നു അല്ലേ? അതെ. അശ്വിന് പണ്ട് നമുക്ക് കുറച്ച് പേനയൊക്കെ അയച്ചു തന്നു. ഞാൻ ആ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പേര് സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിനകത്ത് ഇട്ടേക്കാം. അപ്പോൾ കുറച്ച് വീൽ ചെയറിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാക്കുന്ന പേന കാര്യങ്ങളൊക്കെ അതിന്റെ സെയിലും കാര്യങ്ങളൊക്കെ അശ്വിന് ഓൺലൈൻ ത്രൂ മാർക്കറ്റിംഗ് ആണ് അശ്വിന്റെ മെയിനായിട്ടുള്ള. അതെ അതെ. അമ്മ അങ്ങനമ്മ ചോറ് കഴിച്ചേ ഉള്ളൂ. അശ്വിനെ ഇതുകൂടെ കഴിക്കട്ടെ. അശ്വിനെ ഹാപ്പി ആയില്ലേ? നല്ല ഹാപ്പി. വഴിതെറ്റാതെ ഇവിടെ എത്തിയില്ലേ? ശരിക്കും ഞാൻ കുണ്ട്ര വന്നു. നിങ്ങള് പറയുന്നുണ്ടല്ലോ കുണ്ട്ര വഴി മൺട്രോത്തുരുത്ത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ നോക്കി വെച്ച് അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്തായാലും കൊല്ലത്തുനിന്ന് നേരെ കുണ്ട്രയ്ക്ക് വന്നു. അവിടുന്ന് പിന്നെ മൺട്രോത്തുരുത്ത് ബസ് നോക്കിയപ്പോ പ്രൈവറ്റ് ബസ് കിട്ടി. അങ്ങനെ ചോദിച്ചു. അപ്പൊ അങ്ങനെ മൺട്രോത്തുരുത്ത് വന്നിറങ്ങി. അപ്പൊ ഇവിടെ ഒരു കടയിൽ നിന്ന് ഫുഡ് കഴിച്ചു. നല്ല കുഴപ്പമില്ല. ഊണും മീൻ കറി. ഇവിടുത്തെ കൊല്ലത്ത് മീൻ നമ്മുടെ ഒക്കെ അവിടെ കുറച്ച് ദിവസം പഴക്കമെത്തിയ മീനല്ലേ കിട്ടുക. ഇവിടെ ഫ്രഷ് മീനും കിട്ടും. അതുകൊണ്ട് മീന് കഴിച്ചു. പിന്നെ മീന് ഞാൻ വാങ്ങിക്കുമ്പോൾ വീട്ടിലേക്കൊക്കെ വാങ്ങിക്കുമ്പോൾ മത്സ്യഫെഡിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തൊട്ട് നോക്കിയാണ് വാങ്ങിക്കുക. വലിയ കുഴപ്പമില്ലാത്തതാണെങ്കിൽ നമുക്ക് തൊട്ടറിയാൻ പറ്റൂലേ. ഞങ്ങളും അതിന്റെ ചെവിളയൊക്കെ പൊളിച്ചു നോക്കും. നമ്മളത് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളതുകൊണ്ട് നമുക്ക് തൊട്ടറിയാം ഏകദേശം. സ്മൂത്ത്നെസ് വെച്ചിട്ട് മറ്റേത് കുഴഞ്ഞിരിക്കും, മോശമാണെങ്കിൽ കുഴഞ്ഞിരിക്കും. അപ്പൊ അങ്ങനെ തൊട്ട് നോക്കി. വടക്കോട്ടൊക്കെ യാത്ര ചെയ്യാറുണ്ടോ?
നമ്മൾ കേരളത്തിലെ എല്ലായിടത്തും പോകാറുണ്ടോ? ഉണ്ട്. വെൽവിഷേഴ്സ് കേരളത്തിലെ എല്ലായിടത്തും പേന വാങ്ങിച്ച് കുറെ നല്ലവരായിട്ടുള്ള ആളുകൾ പേന വാങ്ങിച്ച് സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ 25 പെൻ അടങ്ങുന്ന ഒരു പാക്കിന് 300 റുപ്പീസേ വരുന്നുള്ളൂ. അപ്പൊ ഈ പേനകൾ വാങ്ങിച്ച് സപ്പോർട്ട് ചെയ്യും, കുറെ ആൾക്കാർക്ക് ഈ പേനയുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യുന്ന നല്ലവരായിട്ടുള്ള വെൽവിഷേഴ്സ് ഉണ്ട്. അപ്പൊ അവരെ കാണും. പിന്നെ സൊസൈറ്റിയിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ പരിചയപ്പെടും. ഞാനിപ്പോ ചേട്ടൻ വണ്ടി കൊണ്ട് നിർത്തിയപ്പോൾ ഞാനൊരാളെ കോൾ ചെയ്തുകൊണ്ടാണ് വന്നത്. ചേട്ടൻ ശ്രദ്ധിച്ചോന്നറിയില്ല, അവിടെ വണ്ടി സൈഡാക്കി ഹോട്ടലിന്റെ മുമ്പിൽ സൈഡാക്കി നിർത്തിയില്ല കാറ്. അപ്പൊ ഞാൻ ഒരാളെ കോൾ ചെയ്തുകൊണ്ടാണ് വന്നത്. എന്ന് വെച്ചാൽ അത് ഈ അടുത്ത് മീഡിയ വണ്ണിലും മനോരമയിലൊക്കെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. കോളേജിലെ ഒരു കോഴിക്കോട് ദേവഗിരി കോളേജിലെ ശുചീകരണ തൊഴിലാളിയായ ചേച്ചി MA എടുത്ത ഒരു വാർത്ത ഉണ്ടായിരുന്നു. അപ്പൊ ആ ചേച്ചിയെ പരിചയപ്പെടുകയായിരുന്നു, അഭിനന്ദിക്കുകയായിരുന്നു. ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ പരിചയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്നത് എന്തായാലും ഈ ഭിന്നശേഷിക്കാരെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അവരുണ്ടാക്കുന്ന പേപ്പർ പേനകൾ പ്രൊമോട്ട് ചെയ്യണം. 25 പേന അടങ്ങുന്ന ഒരു പാക്കിന് 300 രൂപയെ വരുന്നുള്ളൂ. ഞങ്ങൾ ഇന്ത്യയിൽ എല്ലായിടത്തും ഈ പേനകൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അഡ്രസ്സ് അയച്ചാൽ ഒരു 20 ഡേയ്സിനകം നമുക്ക് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും പേന എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ വാട്സാപ്പ്, എന്റെ വാട്സാപ്പിൽ നമ്പർ ഞാൻ അതിനകത്ത് കൊടുത്തേക്കാം. നമ്മൾ ഓൾറെഡി പേന അശ്വിന്റെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഏകദേശം 1 വർഷം ആവും തോന്നുന്നില്ലേ? 1 വർഷമൊക്കെ ആയി. 1 വർഷമായിട്ടുണ്ടാവും. അതെ, പേനയുടെ ഉള്ളിൽ സീഡ് ഉണ്ടാവും, സീഡും കാര്യങ്ങളും ഉണ്ടാവും, പച്ചക്കറിയുടെ എന്തെങ്കിലും വിത്ത് ഉണ്ടാവും. ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ പേന യൂസ് ചെയ്തിട്ട് കളഞ്ഞാലും അത് അവിടെ കിടന്നിട്ട് ഒരു വിത്ത്, ഒരു തൈ ഉണ്ടാവും, അങ്ങനെയല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പേന എന്നുള്ളതിനേക്കാൾ ഇത് ഒത്തിരി പേരുടെ ജീവിതമാണ്. അല്ല, ഒരു അപകടത്തിലൊക്കെ പെട്ട് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ, അങ്ങനെ റീസെന്റ് ആയിട്ടുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളാണ് ഈ പേന ഉണ്ടാക്കുന്നത്. ഞാൻ അവരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് കേൾക്കുന്ന ആളുകൾ, ഇത് കാണുന്നവര് ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു പാക്കെങ്കിലും എടുത്താൽ അത് കുറെ പേർക്ക് വലിയൊരു സപ്പോർട്ടായിരിക്കും. പിന്നെ കുറെ NRI സുഹൃത്തുക്കൾ നാട്ടിലെ അഡ്രസ്സിലേക്ക് പേന വാങ്ങി സപ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെയും നമുക്ക് ഇന്ത്യയിലെ അഡ്രസ്സിലേക്ക് എവിടേക്ക് വേണമെങ്കിലും ഈ പേന അയച്ചു കൊടുക്കാൻ സാധിക്കും. പക്ഷെ നമ്മുടെ വണ്ടിയിൽ കേട്ട് ഭയങ്കര സന്തോഷം കേട്ടോ. നിങ്ങളുടെ വണ്ടി കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ആ സൗണ്ട് മാത്രമേ കേൾക്കാറുള്ളൂ. വണ്ടി കാണണം ഭയങ്കര സന്തോഷം. അവിടെ വന്നപ്പോ എന്നോട് പറഞ്ഞ് വണ്ടിയിൽ നിന്ന് കയറണമെന്ന്. നമുക്ക് നോക്കാം എന്തായാലും, അല്ലേ? അല്ലെങ്കിൽ ബൈക്കിൽ മതിയായിരുന്നു. പക്ഷെ നമുക്ക് ബൈക്കിൽ പോകുന്നത് അത്ര പോവാറുണ്ട് അങ്ങനെ. പിന്നെ ലിജി ചേച്ചീനെ കാണാൻ പറ്റി. പിന്നെ എല്ലാവരും ഒരുപാട് ഓരോ അസുഖങ്ങൾ ഉള്ളതാണ് എന്നൊക്കെ മനസ്സിലാവുന്നത്. അമ്മ ആശുപത്രിയിൽ പോകുമ്പോൾ ആശുപത്രി കേസും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ലിജി ചേച്ചി എപ്പോഴും കരഞ്ഞുകൊണ്ടുള്ള വീഡിയോ ആണ്. ഇന്ന് ഹാപ്പി ആയിട്ടുള്ള വീഡിയോ, എനിക്ക് സന്തോഷമായി. അതെ, ഹാപ്പി ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ അത് എനിക്ക് സന്തോഷമായി. അതെ അതെ, ഇപ്പൊ കുറച്ച് ഹാപ്പി ആയിട്ടുള്ള വീഡിയോകളാണ് ചെയ്യുന്നത്, അല്ലേ? പിന്നെ അമേരിക്കയിൽ നിന്ന് വരെ കുറെ പേര് ഇത് കാണുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ഒരു ചേച്ചിയുടെ ഒക്കെ മെസ്സേജ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഒരു ഹായ്, എന്റെ ഒരു ഹായ്. അവര് കാണുമോ? കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ ഫാമിലിയുള്ള എല്ലാവരും അശ്വിന് ഒരു ഹായ് കൊടുത്തേക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ അശ്വിൻ ഇങ്ങനെ പാലക്കാട് നിന്ന് അശ്വിന്റെ വെൽവിഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി തിരുവനന്തപുരത്ത് വന്നതിന്റെ ഭാഗമായിട്ട് 2 തൊട്ട് നമ്മൾ ഇതിന് മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഓരോ കാരണങ്ങൾ കൊണ്ട്. ഇന്ന് ഭയങ്കര അനുയോജ്യമായിട്ടൊരു ദിവസമായിരുന്നു, കാണാൻ പറ്റി. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം. അതെ, ശരിക്കും ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എന്ത് ചെയ്യണം. കൊല്ലത്ത് ഒരു വെൽവിഷറെ കണ്ടു, ഇനി എന്ത് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് വീണ്ടും എനിക്കിങ്ങനെ മൺറോ തുരുത്ത് കാണണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായി. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന കുറെ കഥാപാത്രങ്ങളൊക്കെ അവരൊക്കെ നേരിട്ട് കാണാൻ പറ്റുമില്ലോ എന്നൊന്നും എനിക്കറിയില്ല. കുട്ടത്തി അങ്ങനെയൊക്കെ പറയുന്ന കുറെ വാവനെ കണ്ടു. അവരൊക്കെ നേരിട്ട് കാണാൻ പറ്റുമോന്ന് അറിയില്ലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ വന്നു, വാവേനെ കണ്ടു, ലീസീസിനെ കണ്ടു, അമ്മയെ കണ്ടു, സീതേട്ടനെ കണ്ടു, അമ്മയെ കണ്ടു, അച്ഛനെ കണ്ടു, ദേവൻ ശ്രീകുട്ടൻ. പിന്നെ വേറൊരു കോളേജിൽ പഠിക്കുന്ന കണ്ണപ്പൻ. ഞാൻ ലിജി ചേച്ചി കരയും കരച്ചിലും വീഴ്ചയിലൊക്കെ ആണെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് ഹാപ്പി ആയി, വിചാരിച്ച പോലെയല്ല. അല്ലേ ലിജി 2 വർത്താനം പറയും, ഒച്ചത്തിൽ 2 വാക്ക് പറയും. എന്തേലും പറ, ചോദിക്കേ. അല്ല, ലിജി ചേച്ചിനെ കണ്ട് ഹാപ്പി ആയി. ചേച്ചിക്കും ചേച്ചിയുടെ ആന്റിമാര് ബ്ലൈൻഡ് എന്ത് പറഞ്ഞില്ലേ, എനിക്കൊന്ന് പരിചയപ്പെടാൻ പറ്റുമോ? ലിജിക്ക് ഇപ്പൊ കോണ്ടാക്ട് ഇല്ല. ലിജിയുടെ ആന്റിയുടെ ചേച്ചിമാരാ, അതായത് ലിജിയുടെ ഫാദറിന്റെ
അനിയൻ കല്യാണം കഴിച്ചിരിക്കുന്ന വൈഫിന്റെ ചേച്ചിമാര്. അങ്ങനെ വട്ടത്തിലുള്ള ബന്ധമാണ്. അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല അവരെ. ലിജി സുജിത്തിരുന്ന ചാനലിലൂടെ കേൾക്കാറുണ്ട് കണ്ണപ്പൻ. ഏത് കോളേജിലാണ് പഠിക്കുന്നത്? പോളിടെക്നിക്. ഏത് ഇയറാണ്? കഴിഞ്ഞു. ഓക്കെ. പിന്നെ അമ്മ, കണ്ണപ്പന്റെ അമ്മ അതെ കരിങ്ങാലിട്ട് ജീരകം ഇട്ടതാ. അപ്പൊ ഞാൻ ഇങ്ങനെ ലിജി ചേച്ചിക്ക് കത്തയച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുപോലെ ഈ സൊസൈറ്റിയിൽ പല ആളുകൾക്കും ഞാൻ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ അഭിനന്ദിക്കാറുണ്ട്, കത്തുകൾ അയക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കത്ത് അയക്കാൻ. ബ്രെയിൽ ലിപിയിൽ ഉള്ള കത്തുകൾ എൻ്റെ വെൽവിഷേഴ്സിന് അയക്കാറുണ്ട്, ബ്ലൈൻഡ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്ക് അയക്കാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ യൂസഫ് അലി സാറിന് വരെ ഞാൻ കത്തയച്ചിട്ടുണ്ട്. ഹെലികോപ്റ്ററിന്റെ ഉൾവശം കാണണം എനിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു കത്ത്. അപ്പോൾ ഇതൊക്കെ ആരെങ്കിലും കേൾക്കുന്നവരുണ്ടെങ്കിൽ എനിക്ക് ഒരാഗ്രഹമുണ്ട്, ഹെലികോപ്റ്ററിന്റെ ഉൾവശം കാണണം. അതുപോലെ തന്നെ മഹേന്ദ്രയുടെ താർ, പുതിയ മോഡൽ ജീപ്പിന് പകരം വരുന്നു, അതിൽ യാത്ര ചെയ്യണം. അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ വളരെ ചെറിയ ആഗ്രഹങ്ങളായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചത് വലിയൊരു ഇത് തന്നെയാണ്. എന്തായാലും സാധിക്കും. വീഡിയോ ആണെന്ന് ആരെങ്കിലും മുഖേന അത് എവിടെയും എത്താൻ സാധ്യതയുണ്ട്. അതെ. പിന്നെ അതുപോലെ തന്നെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നത്, ഞങ്ങളുടെ പേന വാങ്ങിച്ച് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഒത്തിരി ഭിന്നശേഷിക്കാർക്ക് വലിയൊരു സപ്പോർട്ടാണ്. നമുക്ക് എത്ര പേന, 1000 ആണെങ്കിലും 2000 പേന ആണെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കാൻ സാധിക്കും. അത് എല്ലാ ജില്ലയിലും ഉണ്ടോ ഇതിങ്ങനെ നിർമ്മിക്കുന്നത്? പല ആൾക്കാരും അവരുടെ വീടുകളിൽ ഇരുന്ന് ഉണ്ടാക്കുന്നവരാണ്. ഒരു ദിവസം ലീ ചേച്ചിനെയും കൊണ്ട് വരണം. അടുത്ത വർഷം ഞങ്ങള് നെന്മാറ വേല കാണാൻ വരാം. വന്ദേ ഭാരതിൽ ലീ ചേച്ചിനെ കൊണ്ടുപോയിക്കൂടെ? വന്ദേ ഭാരതില് പറ്റുമെന്ന് തോന്നുന്നു. വേറൊന്നല്ല, AC ഇപ്പൊ നമുക്ക് പോകുന്നിടത്ത് വീൽ ചെയർ ഫോട്ടോസ് നമ്മുടെ വീൽ ചെയർ കൊണ്ടുപോവാ. അവരോട് പറഞ്ഞാൽ എന്തായാലും അവരെ ഹെൽപ്പ് ചെയ്യാതിരിക്കില്ല. അല്ല, നമ്മളാണെങ്കിലും ഒന്ന് ഉദ്യോഗസ്ഥരോട് പറയുക, ലീ ചേച്ചിനെ ഒന്ന് കൊണ്ട് കാണിക്കണം വന്ദേ ഭാരത്. ഞാൻ കേറി. ഇപ്പൊ ഞാൻ പോണില്ലേ, നടന്നിട്ടേ വന്ദേ ഭാരതിൽ കയറാൻ പോകണല്ലോ. അതാണ് ആഗ്രഹം. നടന്നിട്ട് പോകാനാണ് ലിജിക്ക് ആഗ്രഹം. നടന്ന് കയറാണ് ലിജിക്ക് ആഗ്രഹം. അതുകൊണ്ടാ ഇപ്പൊ കേറാത്ത. അതെ വന്ദേ ഭാരതത്തില് ഞാൻ കേറി. വന്ദേ ഭാരത് കണ്ടു. വാട്ടർ മെട്രോ കണ്ടു. വാട്ടർ മെട്രോ പോയോ? പോയി. വാട്ടർ മെട്രോ കൊച്ചിയില്, അത് വെള്ളത്തിൽ കൂടെ ബോട്ടില്ലേ, മെട്രോ പോലത്തെ ബോട്ട്, മെട്രോ സംവിധാനം പോലെ അതേ സെറ്റപ്പില് ബോട്ടും അതേ രീതിയിലല്ല. അത് നമ്മുടെ കൊച്ചിയിൽ നിന്ന് ബോട്ട് വെച്ച് പോകുമ്പടി ആ ഭാഗത്തൊക്കെ എല്ലാം ഉണ്ട്. വൈപ്പിനുണ്ട് ഉണ്ടോ? വൈപ്പിന് അങ്ങനെ കുറെ സ്ഥലങ്ങൾ, വൈറ്റിലുണ്ട്, കടമക്കുടി. അങ്ങനെ ശരിക്കും ഞാനിങ്ങനെ ആദ്യമായിട്ട് ഇത് കേട്ടത് ഫ്ലവേഴ്സ് 1 കോടിയിലൂടെയാണ് നിങ്ങളുടെ കഥ കേട്ടത്. പരിപാടി സ്ഥിരമായിട്ട് കാണുമോ? ഇതുപോലെ വ്യത്യസ്തമായ ആൾക്കാരുടെ പ്രോഗ്രാംസ് ഞാൻ കേട്ടു. അത് വന്നത് നമ്മളെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കുറച്ച് റീച്ച് ആയല്ലോ. നമ്മളെ കുറച്ച് ഓൺലൈൻ ചാനൽസ് അങ്ങനത്തെ ഉള്ളവരൊക്കെ ഇന്റർവ്യൂ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അതില് ബിഹൈൻഡ് വുഡ്സ് ചാനലില്ലേ, അവരുടെ ചാനലിൽ അത്യാവശ്യം റീച്ചായി. ഏകദേശം 12 ലക്ഷത്തോളം ആൾക്കാർ 2-3 ദിവസത്തിനുള്ളിൽ കണ്ടു. അങ്ങനെ അത് വൈറലായപ്പോ ഇവര് കണ്ട് അങ്ങനെ വിളിച്ചതാ ഫ്ലവേഴ്സിൽ. ചേച്ചിയൊക്കെ പോയിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞങ്ങള് അവരില്ലായിരുന്നു. ഞാന്, വാവ, അമ്മ, എലിക്കുട്ടി അമ്മ, അച്ഛൻ, അനീഷലേൻ, ശ്രീകുട്ടൻ, ഇത്ര പേരുടെ പോയി. നീ ഉണ്ടായിരുന്നു, ലിജി ഉണ്ടായിരുന്നു കേട്ടോ. ലിജി വലിയ ഒരു ഉത്തരം പറഞ്ഞത്, ഒരു ഉത്തരം പറഞ്ഞ ലിജി, അത് കേട്ടായിരുന്നു അശ്വിൻ? ഞാൻ ഇല്ലാതെ കേട്ടു. കേട്ടായിരുന്നു അത്? ലിജി ഒരു ഉത്തരം പറയുന്നത് അങ്ങനെ ഓർക്കുന്നില്ല ഞാനത്. എപ്പോഴാ വന്ന സമയത്തല്ലേ കേട്ടത്. ഞാൻ ശരിക്കും അത് ഭയങ്കര സംഭവമായിരുന്നു ഫ്ലവേഴ്സിലെ.
ഇപ്പൊ ഫയർഫോഴ്സില് വനിതകളിനെ ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ. എവിടെയൊക്കെ? എല്ലാ ജില്ലയിലും ഉണ്ട്. ആര്? കണ്ണപ്പന്റെ അമ്മ. ഫയർഫോഴ്സില് വർക്ക് ചെയ്യണോ മാം? അതിന്റെ വർക്ക് എങ്ങനെയാ? നേരത്തെ ഉള്ള നമ്മുടെ ഫ്ലഡിന്റെ തോടനുബന്ധിച്ച് കുറെ നാട്ടുകാര് സപ്പോർട്ട് ചെയ്തായിരുന്നല്ലോ. അതിൽ നിന്ന് നമുക്ക് ഒരു എഫക്റ്റീവായ കുറെ ആൾക്കാര് ഇങ്ങനെ എന്തെങ്കിലും ദുരന്തം വന്നാല് മറ്റേ വാക്കി ഉണ്ടോ? വാക്കി ടോക്കി ഉണ്ടോ? ഇല്ല, അവര് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഫോൺ ചെയ്യാ. നിങ്ങളുടെ കഥയില് രാം, രശ്മി അവരൊക്കെ എന്ത് ചെയ്യുന്നു? അവര് രാമ് പഠിക്കാൻ പോയില്ലേ, രശ്മി ജോലിക്ക് പോയി കാണണം. വന്നില്ല, ഈ ആഴ്ച വരും മിക്കവാറും. പക്ഷെ ഫോൺ എങ്ങനെ ഉപയോഗിക്കുന്നത്? ഇത് ശരിക്കും ഞാൻ ഫോൺ യൂസ് ചെയ്യുന്നത് സ്ക്രീൻ റീഡർ ടോക്ക് ബാക്ക് എന്നൊരു സോഫ്റ്റ്വെയറിന്റെ സപ്പോർട്ടിലാണ്. അത് എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും ഇൻബിൽറ്റ് ആയിരിക്കും. നമ്മുടെ സെറ്റിംഗ്സിൽ ആക്സസിബിലിറ്റിയിൽ ഇതുണ്ടാവും. ഞാനിപ്പോ ചേട്ടന് ഞാൻ ഒന്ന് റിങ് ചെയ്യാൻ പോവാ. ഞാൻ കോണ്ടാക്ട് എടുക്കുവാണ്. ഞാൻ കൊല്ലം സുജിത്ത് എന്നാ വെച്ചിരിക്കുന്നത്. പേരടിക്കാണ് KOLL. ഓക്കെ, കൊല്ലം സുജിത്ത്. ഞാൻ റിങ് ചെയ്യാമെന്ന് ജസ്റ്റ്. സോ ഞാൻ കോള് കൊടുക്കുമ്പോൾ എനിക്ക് 2 സിമ്മുള്ളതുകൊണ്ട് ഏത് സിമ്മിന്നാണ് വിളിക്കേണ്ടതെന്ന് നോക്കാം. അപ്പം ഞാൻ എൻ്റെ സിം 1 നിന്ന് റിങ് ചെയ്യാണ്. നമുക്ക് സ്ക്രീനിൽ കാണുന്നത് റീഡ് ചെയ്ത് കേൾക്കുവാണ്. അതെ, ഡബിൾ ടാപ്പ് ആണ്. അപ്പൊ എനിക്ക് അച്ചാർ വേണമെങ്കിലൊക്കെ ഈ നമ്പറിലേക്ക് മെസ്സേജ് ഇട്ട റിപ്ലൈ ഇട്ടാ മതി. വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്നത് എങ്ങനെയാ? അങ്ങനെ തന്നെ ഇത് വാട്സാപ്പ് കാണിക്കൂ. അത് പഠിക്കാനുണ്ടോ? ഞാൻ ശരിക്കും ഫോണ് വാങ്ങിച്ചു, രാവിലെ വാങ്ങിച്ചു. അന്ന് വേറൊരു പ്രോഗ്രാമിന് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് പ്രോഗ്രാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിക്കുന്നത് ഫോൺ വെച്ചിട്ട് വിളിക്കാൻ പറ്റി. ആദ്യമായിട്ട് ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്തു. അത്ര എനിക്ക് സിമ്പിൾ ആയിരുന്നു. എന്റെ പണി ഫ്രണ്ട്സിന്റെ ഒക്കെ നോക്കി കണ്ടിട്ടുണ്ട് എങ്കിലും. അതെ തന്നെ, അത്രേ ഉള്ളൂ. നമ്മളൊരു ഇതിപ്പോ എനിക്ക് വോയിസ് കമാൻഡ് തരുവാണോ? വോയിസ് കമാൻഡ് തരിക. സ്ക്രീനിൽ കാണുന്നത് എനിക്ക് റീഡ് ചെയ്ത് കേൾക്കുവാണത്. മുകളിലേക്കൊക്കെ തൊടുന്നുണ്ട്, മുകളിലേക്കൊക്കെ ഓരോ അക്ഷരങ്ങള്. എവിടെയാണോ ഓരോ ഞാൻ വാട്സാപ്പ് ഓണാക്കി, ബിസിനസ് അക്കൗണ്ടാണ്. നമസ്കാരം മാം, ഞാൻ അശ്വിനാണ്. അപ്പോൾ ഞങ്ങൾ കേരളത്തിലെ ഭിന്നശേഷിക്കാരെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അവരുണ്ടാക്കുന്ന പേപ്പർ പേനകൾ പ്രൊമോട്ട് ചെയ്യുകയാണ്. 25 പേന അടങ്ങുന്ന ഒരു പാക്കിന് 300 രൂപ എന്ന നിരക്കിൽ ഇന്ത്യയിൽ എല്ലായിടത്തും ഈ പേനകൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ അയക്കുന്നുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു പാക്കെങ്കിലും വാങ്ങിച്ചാൽ അത് ഞങ്ങൾ ഒത്തിരി ഭിന്നശേഷിക്കാർക്ക് വലിയൊരു സപ്പോർട്ടായിരിക്കും. എന്തായാലും പരിചയപ്പെടാൻ സാധിച്ചതിൽ സന്തോഷം. ഞാൻ യാത്രയിലായിരുന്നുകൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് കോള് സംസാരിക്കാൻ സാധിക്കാതിരുന്നത്. ഞാൻ പേനയുടെ ഡീറ്റെയിൽസ് കൂടി താഴെ അയക്കുന്നുണ്ട്. അത് വായിക്കാണ് ഓരോ കാര്യങ്ങള്. അതിനകത്തുള്ള ഓരോ കാര്യങ്ങൾ വായിക്കുക. ആ സ്ക്രീനിൽ വരുന്ന ഓരോ കാര്യങ്ങൾ ടച്ച് ചെയ്യും. എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ സ്പീഡ്. ടൂ മച്ച് ഓഫ് സ്ലോ എനിക്ക് നല്ല ബോറായിരിക്കും. ടൂ മച്ച് ഓഫ് സ്ലോ, ടൂ മച്ച് ഓഫ് ആണെങ്കിൽ ഓരോ നാട്ടിലും പയ്യെ അല്ലേ പറയുള്ളൂ. യൂസ് ചെയ്ത് പരിചയപ്പെട്ടതുകൊണ്ട് നമ്പർ മറ്റേതുപോലെ ഇല്ല ഒരു പ്രാവശ്യം പറയത്തുള്ളൂ. ആ സ്പീഡിൽ പറയുന്ന. ഇന്നലെ KSRTCയുടെ ഇലക്ട്രിക് ബസ് കണ്ടു. അതെനിക്കൊരു പുതിയ അനുഭവമായിരുന്നു. എന്തായാലും
നല്ലൊരു കാര്യമാണ്. അതുപോലെ വ്യത്യസ്തമായ ഓരോ കാര്യങ്ങൾ കാണും. നിങ്ങൾ അവിടേക്ക് ഇല്ല? ഇല്ലല്ലോ. ട്രിവാൻഡ്രത്ത് ട്രിവാൻഡ്രത്തെ ഉള്ളൂ ഓഫീസ്. സിറ്റി റൈഡ്. പിന്നെ അത് മാത്രമല്ല, ലോ ഫ്ലോർ ബസ് ആണെങ്കിലും പാലക്കാട് നിന്ന് തൃശ്ശൂർക്കൊക്കെ ഉള്ളു. ഞങ്ങളുടെ അവിടെ എത്തുന്നില്ല. കൊല്ലങ്കോട് ഭാഗത്തേക്ക് എത്തുന്നില്ല, ഒന്നുമില്ല. അപ്പൊ നമുക്ക് പുറം ലോകം അറിയണമെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലേ പറ്റത്തുള്ളൂ. ഇറങ്ങാം, നമുക്ക് ഇറങ്ങാം. അപ്പൊ എല്ലാവരും യാത്ര. ഇനി ഒരു അവസരത്തില് പോരെ, കെട്ടാനൊന്നുമില്ല. ടാറ്റ കൊടുത്തരാം, എല്ലാവരും നോക്കിക്കോട്ടെ. നടഞ്ഞു. ആ ഓക്കെ. അപ്പൊ ഞാൻ അശ്വിനെ ആക്കിയിട്ട് വരാം. എല്ലാവരും നോക്കിപ്പോണ്ട് കേട്ടോ. വണ്ടിയിലെ ഗ്ലാസ്സിൽ പൊടി ചെയ്ത് തരണം. ഓക്കെ, ഒന്നിനെ പോയാലോ നമുക്ക്. അപ്പം ഞാനും അശ്വിനും കൂടെ വേണ്ടേ മൺട്രോത്തുരുത്ത് റെയിൽവേ സ്റ്റേഷൻ വന്നേ കേട്ടോ. അശ്വിനെ ഞാൻ ട്രെയിന് കയറ്റി വിട്ടിട്ട് പോകുന്ന കരുതി. അപ്പോൾ അശ്വിന് നമ്മുടെ വീട്ടിൽ വന്നിട്ട് വളരെ ഹാപ്പി ആയില്ലേ അശ്വിന്? അതെ, എനിക്കും വളരെ ഹാപ്പി ആയി. അപ്പോൾ അശ്വിന് നമ്മുടെ നാട്ടുകാരെ കുറേ പേരെ പരിചയപ്പെട്ടു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഈ അടുത്ത് പരിചയപ്പെട്ടു. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളില്ലേ. നെക്സ്റ്റ് ടൈം വരുമ്പം വളരെ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പരിചയപ്പെടാം. നമ്മുടെ പിന്നെ അശ്വിൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അശ്വിൻ പേനയുടെ കാര്യം പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും കാര്യമായിട്ടൊന്ന് എല്ലാവർക്കും സ്കൂൾ ഉറപ്പും കാര്യങ്ങളൊക്കെ ആവുന്നതിനും കുട്ടികൾക്കൊക്കെ ആവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. ബാങ്കിൽ ഓഫീസ് ജോബ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു സാധനം കേട്ടോ. അറ്റ്ലീസ്റ്റ് ഒരു ബാഗ് വാങ്ങിച്ചാൽ അതെ, അത് കുറേ ആൾക്കാർക്ക് ഇങ്ങോട്ടേക്കോ വലിയൊരു ഷെയർ ഉണ്ട് നമുക്ക് കൂട്ടി. അതെ, കുറേ പേർക്ക് ഉപയോഗപ്പെടുന്നൊരു സാധനമാണ് പെന്നെന്ന് പറയുന്നത്. അശ്വിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അവിടെ ഇരിക്കില്ല. അപ്പോൾ കുറേ ഫ്രണ്ടിൽ കയറിയാൽ അശ്വിന് അടുത്ത ടിക്കറ്റ് എടുക്കണം. ട്രിവാൻഡ്രത്തേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കണം. പക്ഷേ നേരെ ട്രിവാൻഡ്രത്തേക്ക് അശ്വിന് ഇനി ട്രിവാൻഡ്രത്തേക്കുള്ള ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മെമ്മോയിൽ ഫ്രണ്ടിൽ കയറുന്നു കഴിഞ്ഞാൽ അശ്വിന് നേരെ പോയിട്ട് കൊല്ലത്തെ റെയിൽവേ സ്റ്റേഷൻ അശ്വിന് ഇറങ്ങിയതിന് ശേഷം മുന്നോട്ട് നടന്നു പോകണം കേട്ടോ. മുന്നോട്ട് പോകുമ്പോൾ ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടർ വരും. അതൊക്കെ അറിയാലോ, എത്ര ആൾക്കാർ അതൊക്കെ അറിയാട്ടോ. നമ്മൾ കൂടുതൽ ഞാൻ എന്താ വെച്ചാൽ അശ്വിനെ കൂടുതലായിട്ട് കെയർ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഈ അങ്ങനെ ഒരു ശീലവും പരിചയം ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ കെയർ ചെയ്യുന്ന കേട്ടോ. അശ്വിന കാര്യങ്ങളൊക്കെ വളരെ ചേച്ചിക്കും ബ്ലൈൻഡിനെ എങ്ങനെ മാനേജ് ചെയ്യുന്ന അറിയാം. ഹാപ്പി ആയി. ആണല്ലേ, റിലേറ്റീവ്സ് കുറെ ബ്ലൈൻഡ് ഉണ്ട് എന്ന് പറഞ്ഞു. അതെ, അപ്പോൾ അത് അശ്വിന് വളരെ ഹാപ്പിയായി. അപ്പം ഞങ്ങൾക്കും വളരെ ഹാപ്പിയായി. കുറച്ച് നേരം ഉള്ളായിരുന്നെങ്കിലും വളരെ ഹാപ്പി. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി രീതിയിൽ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാമെന്ന് കരുതുന്നു. അപ്പം ഇന്നത്തെ ദിവസം ഭയങ്കര എവിടെ എത്തിയെന്ന് ട്രാക്ക് ചെയ്യാൻ ഞാൻ ട്രാക്ക് ചെയ്തു. ശാസ്താംകോട്ടോ, ഞാൻ അടുത്ത സ്റ്റേഷൻ ഇവിടെ. അപ്പോൾ അതാണ് കേട്ടോ. അപ്പം അശ്വിന് നേരെ ഇവിടെ നേരെ ഇനി ട്രിവാൻഡ്രമാണ്. വേറെ വിശേഷങ്ങളായിരുന്നില്ല. ഇപ്പോൾ അശ്വിനെ ട്രെയിൻ കയറ്റി വിടാം. അപ്പോൾ ബാക്കിയെല്ലാം അശ്വിൻ മാനേജ് ചെയ്തോളൂ അല്ലേ? അതെ. അപ്പോൾ ഓക്കെ.